കലാപം കത്തുന്നു. വിമതർക്ക് മമതയുടെ വെല്ലുവിളി. ധൈര്യമുണ്ടെങ്കിൽ ബിജെപിയിൽ ചേരൂ. വിമതർക്കെതിരെ തുറന്നടിച്ച മമതാ ബാനർജി. വിമത നേതാക്കൾ ബിജെപിയുടെ പിന്തുണയോടെ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് മമത. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയത്തിൽ നിർണായക വഴിത്തിരിവിന് വഴിവെച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിലെ ആഭ്യന്തര പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നു. പാർട്ടിയിലെ പ്രമുഖ നേതാക്കളുടെ കൂട്ടരാജിക്കും വിമത നേതാക്കൾക്കും പിന്നാലെ പാർട്ടി അധ്യക്ഷ മമതാ ബാനർജി കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് രംഗത്തെത്തി. പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്ന വിമതർക്ക് ധൈര്യമുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞ് ബിജെപിയിൽ ചേരണമെന്നും മറവിൽ നിന്ന് ബിജെപിയുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കരുതെന്നും മമത ശക്തമായി വെല്ലുവിളിച്ചു. കൊൽക്കത്തയിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് മമതാ ബാനർജി കടുത്ത നിലപാട് വ്യക്തമാക്കിയത്. പാർട്ടിയെ ഒറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് തൃണമൂൽ കോൺഗ്രസിൽ യാതൊരു സ്ഥാനവുമില്ലെന്നും പാർട്ടിയുടെ ആശയത്തോടും ജനങ്ങളോടും ആത്മാർത്ഥത പുലർത്തുന്നവർക്കൊപ്പം മാത്രമാണ് താൻ മുന്നോട്ടു പോകുകയെന്നും അവർ പറഞ്ഞു. വിമത നേതാക്കൾ ബിജെപിയുടെ പിന്തുണയോടെയാണ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന ഗുരുതര ആരോപണവും മമത ഉന്നയിച്ചു. പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയത് ഒരു മാസം മുൻപ് മാത്രം സംസ്ഥാന അധ്യക്ഷയായി നിയമിക്കപ്പെട്ടിരുന്ന ചന്ദ്രിമ ഭട്ടാചാര്യ പാർട്ടി വിട്ട് വിമത വിഭാഗത്തോടൊപ്പം ചേർന്ന സംഭവമാണ്. ഏറെ വിശ്വസ്തയായി കരുതപ്പെട്ടിരുന്ന നേതാവിന്റെ രാജി മമതയ്ക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനു പിന്നാലെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം താൻ നേരിട്ട് ഏറ്റെടുക്കുമെന്ന് മമത പ്രഖ്യാപിച്ചു. വിമത വിഭാഗം പാർട്ടിയുടെ പ്രധാന സംസ്ഥാന ഓഫീസ് കയ്യേറിയ സാഹചര്യത്തിൽ ഇനി മുതൽ തന്റെ വസതിയാണ് പാർട്ടിയുടെ പ്രവർത്തന കേന്ദ്രമെന്നും മമത പ്രഖ്യാപിച്ചു. കെട്ടിടം കൈവശപ്പെടുത്താൻ കഴിയുമെങ്കിലും പാർട്ടിയുടെ ആത്മാവിനെയോ പ്രവർത്തകരുടെ വിശ്വാസത്തെയോ ആരും തട്ടിയെടുക്കാനാകില്ലെന്നും അവർ പറഞ്ഞു. പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നവും സംഘടനാപരമായ അംഗീകാരവും തനിക്കും വിശ്വസ്തരായ നേതാക്കൾക്കും ഒപ്പമുണ്ടാകുമെന്ന് മമത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. രാഷ്ട്രീയ എതിരാളികൾക്ക് തന്നെ തടയണമെങ്കിൽ രാഷ്ട്രീയമായി നേരിടേണ്ടി വരുമെന്നും തന്റെ പോരാട്ടം അവസാനിപ്പിക്കാൻ സാധിക്കില്ലെന്നും അവർ വ്യക്തമാക്കി. തന്നെ ഇല്ലാതാക്കിയാണ് ഈ പോരാട്ടം അവസാനിപ്പിക്കാൻ കഴിയുകയെന്ന വികാര നിർഭരമായ പരാമർശവും മമതയുടെ പ്രസംഗത്തിൽ നിന്നും ഉണ്ടായി. അതേസമയം വിമത വിഭാഗം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായ ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിക്കുകയാണ്. ചന്ദ്രിമ ഭട്ടാചാര്യ ഉൾപ്പെടെ നിരവധി മുതിർന്ന നേതാക്കൾ ഈ വിഭാഗത്തോടൊപ്പം ചേർന്നതോടെ പാർട്ടിക്കുള്ളിലെ ശക്തി സമവാക്യം മാറിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച കൊൽക്കത്തയിലെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാന സംസ്ഥാന ഓഫീസ് ഋതബ്രത ബാനർജിയുടെ അനുയായികൾ കയ്യേറിയത് പ്രതിസന്ധിയെ പുതിയ തലത്തിലേക്ക് എത്തിച്ചു. ഇതോടെ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിലും നേതൃത്വത്തിലും വലിയ അനിശ്ചിതത്വമാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും ഇപ്പോൾ മമതാ ബാനർജിക്കെതിരെ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ വർഷങ്ങളായി ബംഗാൾ രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത സ്വാധീനം പുലർത്തിയിരുന്ന മമതയ്ക്ക് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വെല്ലുവിളി നേരിടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അടുത്ത മാസങ്ങളിൽ പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയത്തെ നിർണയിക്കുന്ന പ്രധാന വിഷയമായി ഈ ആഭ്യന്തര പോരാട്ടം മാറുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. വിമത വിഭാഗത്തെ നിയന്ത്രിച്ച് പാർട്ടിയെ വീണ്ടും ഒരുമിപ്പിക്കാൻ മമതയ്ക്ക് കഴിയുമോ, അതോ തൃണമൂൽ കോൺഗ്രസ് കൂടുതൽ പിളർപ്പിലേക്ക് നീങ്ങുമോ എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്ന പ്രധാന ചോദ്യം.